എക്സ്ക്ലൂസീവ് ഡിസൈനർ ഫർണിച്ചറുകളുടെ വൈവിധ്യമായ ശേഖരണവുമായി ഹിൽ ടോപ്പ് ഫർണിച്ചർ, ചേലക്കര മേപ്പാടം ഉദയഗിരി ബിൽഡിംഗിൽ വിശാലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. 4783 നമ്പർ ചേലക്കര SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും പഠനോപകരണ വിതരണവും നടത്തി. 4783 നമ്പർ SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ വാർഷിക പൊതുയോഗവും പഠനോപകരണങ്ങളുടെ വിതരണവും ചാക്കപ്പൻപടിയിൽ വച്ചാണ് സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ സുജ സുദേവൻ നിർവഹിച്ചു. ശാഖ വൈസ് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷനായി. യൂണിയൻ കൌൺസിലർ രവി പാഞ്ഞാൾ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ കൌൺസിൽ അംഗം സുകുമാരൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ശാഖ കമ്മിറ്റി അംഗം പ്രഭ പങ്കെടുത്ത് സംസാരിച്ചു. ഇങ്ങനെ ധാരാളമായി ഒഴുകി കണ്ടപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ കൈ കാണല്ലോ, അപ്പോൾ ഇതുവരെ ജീവൻ ഇല്ലാതെ കിടന്ന് കുട്ടിയല്ലേ, പെട്ടെന്ന് കൈയും കാലും ഇട്ടത്. അങ്ങനെയാണ് ആ കുട്ടിക്ക് ജീവൻ ഉണ്ടാകുന്നതും ജീവനുണ്ടെന്ന് അറിയുന്നതും ആ കുട്ടിയാണ് സാക്ഷാൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ എത്ര സഹോദരി സഹോദരന്മാരുണ്ടെന്ന് അറിയാം? രണ്ട് സഹോദരി. ഇനി സഹോദരന്മാരുണ്ടോ? സഹോദരന്മാരുണ്ടോ? പറയൂ. ഇല്ല. ഈ രണ്ട് സഹോദരിമാര് ഗുരുദേവന്റെ മാടൻ, പിന്നെ നാണു നല്ല പേര്. നാണുവിന്റെ ഇളയതാണോ മൂത്തതാണോ? നാണുവിന്റെ മൂത്തത്. അപ്പൊ ഒരാൾ മാത്രം ഉത്തരം പറഞ്ഞോളൂ. ആ ഉത്തരം തെറ്റാണ്. 3 സഹോദരിമാരുണ്ട് കേട്ടോ, അത് മനസ്സിലാക്കണം. 3 സഹോദരിമാരുണ്ട്. അങ്ങനെ നമ്മുടെ നാണു വളരുന്നു. 5 വയസ്സായപ്പോൾ അടുത്ത എഴുത്ത് കുടിപ്പള്ളിക്കൂടത്തിൽ എഴുത്ത് നിരത്തെടുത്ത് സ്കൂളിൽ കൊണ്ടാക്കുന്നു. അവർ മുതിർന്ന കുട്ടികളുമുണ്ട്. ഒരു ദിവസം ഈ മുതിർന്ന കുട്ടികളും ഈ നാണും കൂടി നടന്നു വരുമ്പോൾ മുന്നിലൊരു സന്യാസി നടന്നു പോകുന്നു. അവശനാണ്. CCV ന്യൂസ് ചേലക്കര.